നല്ലൊരു ഡിസിപ്ലിൻ ആയിരുന്നു പൂജിതയൊക്കെ. പോകുന്ന ഓരോ സ്റ്റെപ്പിലും ഞാനിങ്ങനെ പതുക്കെ 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 മൂടൽ മഞ്ഞ് വീശി മാറ്റി പുക മാറ്റി നോക്കി ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഡിഫെൻസീവ് ആയി പോകും. അല്ല എനിക്ക് അല്ല അല്ല ചേട്ടാ അങ്ങനെയല്ല. ആ ആക്ടേഴ്സ് അന്ന് അങ്ങനെ പെർഫോം ചെയ്തു, അതങ്ങനെ സംഭവിച്ചു. അതിന് യാതൊരുവിധ നിയമവും ഇല്ല. വൃദ്ധന്മാർക്കും കാണാവുന്ന സിനിമയാണ്. എല്ലാവരും അവരവരുടെ കാറ്റഗറി പറഞ്ഞു. ഞാൻ ഇതിങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ വരും. ഞാൻ സ്റ്റോറി ബോർഡ് വരച്ചിട്ടൊന്നുമല്ലോ ചെയ്യുന്നത്. ലാംഗ്വേജ് ആണെങ്കിൽ പറയും സ്പാ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടേ ഇല്ല. ഞാൻ പോയിട്ടേ ഇല്ല. ആയുർവേദത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. നഖം വെട്ടുന്ന സ്ഥലം ഒരാൾ ചോദിച്ചു. പിന്നീട് ഇത് എങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാ മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഇന്ന് ഹോൾ സ്പാ മൂവി ടീമാണുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം എവ്രി വൺ ടു മൈ ഷോ. ആദ്യം ഇതേ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു മൂവി പ്രൊമോഷൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ്. അതിന് വലിയൊരു കയ്യടി ദ ഹോൾ ടീമിന് തരാണ്. ഈ ഒരു ഹോൾ സെറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മൂവി, അതായത് സ്പാ മൂവി ഒരു സെറ്റിൽ വന്നിട്ട് നിങ്ങളുടെ കുറച്ച് ടൈമെന്ന് ഞാൻ എടുത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലുള്ളൊരു ഫീലാണ്. കാരണം ആ ഒരു സ്പാ മൂവി എന്താണ് എന്നുള്ളൊരു ഫീല് കറക്റ്റ് ഈ ഒരു സെറ്റിൽ കാണുന്നുണ്ട്. സർ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാണോ ഹോൾ ടീമിനാണോ? പറയൂ. അഞ്ജുനാണ് നമ്മുടെ പ്രൊഡ്യൂസർ. നമ്മളെല്ലാവരും കൂടെ വിളിച്ച് വരുത്തി ഇതൊക്കെ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തു പ്രൊഡ്യൂസർ. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഓടി വന്നു. ഓരോ തിരക്കിനിടയ്ക്കുന്ന ഓടി വന്നു പല സ്ഥലത്തുനിന്നും. സിനിമയോടുള്ള സ്നേഹമാണെന്ന് വിചാരിക്കാം, എന്നോട് ഉള്ള സ്നേഹമായിരിക്കാം. താങ്ക് യു എല്ലാവർക്കും, പാർവതിക്കും. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മൾ സാധാരണ ഇപ്പോൾ പെട്ടെന്നൊരു ഡോർ തുറക്കുമ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ക്രൗഡിനൊക്കെ കാണുമ്പോൾ എന്താ സ്കൂൾ വിട്ട പോലെ എന്ന് ചോദിക്കും. അതേപോലെ ഈ റൂമിലേക്ക് കയറിയപ്പോൾ ഇതെന്താ സ്കൂൾ വിട്ട പോലെ ആൾക്കാർ. അത്രയും ഈ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര എവിഡൻ്റ് ആണ്. സോ ടെൽ മീ, സെറ്റിൽ എങ്ങനെയായിരുന്നു പൂജിത? സെറ്റില് സോ മച്ച് ഫൺ. സത്യം പറഞ്ഞാൽ ചീത്ത കേൾക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫുൾ ടൈം ലിമിറ്റഡ് നോൺസെൻസ് എന്നൊക്കെ പറയില്ലേ, അൺലിമിറ്റഡ് നോൺസെൻസ് ആയിരുന്നു നമ്മളെല്ലാവരും. ബിക്കോസ് ഫുൾ ടൈം നമ്മൾ ഷൂട്ട് അല്ലാത്ത സമയത്ത് നമ്മൾ വി വർ ഹാവിങ് സോ മച്ച് ഓഫ് ഫൺ. ദർ വാസ് സോ മച്ച് ഓഫ് ബോണ്ടിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്തത് വാസ് ഈറ്റിംഗ് ഫുഡ്. ആൻഡ് പിന്നെ ബാക്കിയുള്ളവരുടെ ലൈക്ക് ഷൂട്ട് നടക്കുന്ന സമയത്ത് സർ ഗേവ് us the permission to watch the artist perform. അപ്പോൾ നമ്മളുടെ ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. മറ്റുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു luck has been really, really grateful. കാരണം ഓരോ ആർട്ടിസ്റ്റിൽ they had so much to contribute to each scene. അപ്പോൾ അത് കാണാൻ കിട്ടുന്നു. And having a lot of fun was a beautiful learning school for us. നല്ലൊരു ഡിസിപ്ലിൻ ആയിരുന്നു പൂജിതയൊക്കെ. കാരണം നമ്മളൊരു സ്ഥലം സെറ്റിട്ടിട്ട് ഒരു വലിയ വീട് സെറ്റിട്ട് അതിനകത്ത് ആണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അവർ വലിയ വില കൂടിയ സോഫ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പൂജിത ഇങ്ങനെ ഓരോ ദിവസം കടയിൽ നിന്ന് ഓരോ ചിപ്സ് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരും. അത് അവരുടെ സോഫയുടെ ഇടയ്ക്ക് പോകും. വൈകുന്നേരം മനസ്സിലായില്ല. പിന്നെ ഇത് ആ ഷൂട്ട് കഴിഞ്ഞ് ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് സോഫ മുഴുവൻ വേറെ സോഫ പല്ലി. അപ്പോൾ അത് അത്രയും ഡിസിപ്ലിനോട് കൂടി സെറ്റില് വളരെ നോട്ടിയസ്റ്റ് കിഡ് എന്ന് പറയുന്നത് പൂജിതയായിരിക്കും. ഇതെല്ലാം എല്ലാവർക്കും കൊണ്ടു കൊടുത്തിട്ട് അവരതെല്ലാം തിന്നിട്ട് മാത്രം രാവിലെ വന്നപ്പോഴും ചോദിച്ചു, ചക്കവർക്കൊക്കെ തീർന്നു, രാവിലെ കണ്ടില്ലല്ലോ. പിന്നെ രാവിലെ കട അടച്ചിട്ടായിരുന്നു. പക്ഷെ പാവം പൂജിതയുടെ തലയിലാണ് എല്ലാം. ഈ ഭക്ഷണത്തിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെ ഡയലോഗ്സ് ഓർത്തു, എങ്ങനെ പെർഫോം ഇത് വേഗം തീർത്താൽ ലഞ്ച് കഴിക്കാൻ പോവാന്ന് പറയും. അപ്പൊ വേഗം തീർക്കും. യെസ്. അപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അബ്രിത് ഷൈൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഇപ്പം സാറിൻ്റെ ഓരോ സിനിമ എടുക്കുകയാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോണർ ഇല്ല, അതായത് ഓരോ സിനിമകളും വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ള ഏത് മൂവി അനൗൺസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രേക്ഷകർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എങ്ങനെയായിരുന്നു സ്പാ എന്ന് പറയുന്ന ഒരു മൂവിയുടെ തോട്ട്, അല്ലെങ്കിൽ ഓക്കെ ഇത് ചെയ്യാമെന്ന് ഒരു അബ്രിത് ഷൈൻ ഡയറക്ടർ എങ്ങനെയാണ് തീരുമാനിക്കുന്ന ഒരു പോയിന്റ് എന്താണ്? നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ ആലോചിക്കും, ഇത് ഒന്ന് എന്തിന് ഞാൻ ഈ സിനിമ ചെയ്യണം, എന്നെ ഇത് ഹാപ്പി ആക്കുന്നുണ്ടോ ഈ സിനിമ, അല്ലെങ്കിൽ തിയേറ്ററിൽ ആളുകൾ കാണാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് പുതിയതായിട്ട് എന്താണ് ഈ സിനിമ കൊടുക്കാനുള്ളത്, എന്ത് രസമാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്, എന്തെങ്കിലും രസിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ആലോചിക്കുന്നത്. ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഇങ്ങനൊരു സിനിമയിൽ രസകരമാക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ടെന്ന് തോന്നി. ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് തോന്നി. കാരൂരിൻ്റെ മരപ്പാവകൾ എന്ന് പറഞ്ഞ വായിച്ചിട്ടുണ്ടോ ചെറുകഥ? നല്ല രസമല്ലേ? ഒന്നുമില്ല, ഒരു 2 കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണ് ആ ചെറുകഥ എന്നറിയാം. പക്ഷേ എത്ര രസകരമായിട്ടാണ് കുറച്ച് സമയത്തിനുള്ളിൽ 2 കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ
ഒരു ആ കഥയുടെ അവസാനം നമുക്കൊരു ഇമോഷൻ കിട്ടുന്നു. അത് ഓരോ ഡയലോഗുകളും നമുക്ക് വായിക്കാനും നല്ലതല്ലേ. അപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു അതല്ല ഒരു ബേസ് ക്യാരക്ടേഴ്സ് തമ്മിൽ രസകരമായി സംസാരിക്കുന്ന സാധ്യതകളുള്ള ഒരു സിനിമ എന്നുള്ളതൊക്കെ ഇതിൻ്റെ പിന്നിൽ അത് ഞാനിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ സിനിമയുമായിട്ട് ഒരു തരത്തിലും ബന്ധവുമില്ലാത്ത കാരൂരിൻ്റെ മരപ്പാവുകൾ എന്ന് പറയുന്ന ചെറുകഥ ഈ സിനിമ ചെയ്യാൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ റൈറ്റിങ്ങും ഡയറക്ഷൻ രണ്ടും എടുക്കുകയാണെങ്കിൽ ഏറ്റവും ചലഞ്ചിങ് എന്തായിരുന്നു? ഞാൻ സിനിമ റൈറ്ററാണ്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ആളാണ്. അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ വിഷ്വൽ പകർത്താൻ വേണ്ടിയിട്ടാണ് എഴുത്ത്. ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് കുറിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ പിന്നീട് എൻ്റെ ടൂൾ ഈ ആക്ടേഴ്സാണ്. എനിക്ക് ഈ കഥാപാത്രങ്ങൾ പറയേണ്ട മാറ്റർ എന്താണ്, ആ മാറ്റർ ഏത് താളത്തിലായിരിക്കും, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംഭാഷണങ്ങൾ എഴുത്ത്. ദെൻ ആ സിനിമ ഞാൻ വിഷ്വലാക്കാൻ പോകുന്നത് എങ്ങനെയാണ്, എന്താണ് എൻ്റെ വിഷ്വൽ പ്ലാൻ എന്നുള്ളതിനുള്ള ഒരു രൂപരേഖ. ദെൻ ആളുകൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് എക്സിക്യൂഷൻ പാർട്ടാണ്. പിന്നെ അത് ഡയറക്ടർ വരും. ഇതെങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ എഴുതി വച്ചിരിക്കുന്ന സംഭാഷണങ്ങൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ ഡെലിവറി ചെയ്യേണ്ടത്, ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് എന്ത് ഇമോഷനാണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സിനിമ റൈറ്ററാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷ്വൽ എഴുതി വയ്ക്കുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങളുടെ രൂപരേഖ എഴുതി വയ്ക്കുന്ന തരത്തിലുള്ള റൈറ്ററാണ്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഈ ഒരു സംവിധായകൻ എന്നുള്ള എൻ്റെ സെൻസ് എഴുത്തിനെ ഹെൽപ്പ് ചെയ്യും. സംവിധാനം ചെയ്യുമ്പോൾ ഇത് എഴുതിയ ആൾ ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് മാറ്റം വരുത്താനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട്. കാരണം ഞാൻ തന്നെ എഴുതിയതാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ഫിലിം മേക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത് എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു ഫിലിം മേക്കിംഗ് നടക്കുന്നത് ആക്ച്വലി. ഇപ്പം ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സാർ ഇപ്പോൾ ആ മൊമെന്റിലായിരിക്കും ചിലപ്പോൾ വല്ല ഡയലോഗ്സ് ഒക്കെ മാറ്റുണ്ടാവുക. അപ്പോൾ ആ മൊമെന്റിൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു, ഓർ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ഫോർ യു? സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദാറ്റ്സ് വൺ തിങ് ഓൾ ഓഫ് us we experience. അത് പ്രശാന്തേട്ടൻ മോർ ദൻ വൺസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് സിനിമയിൽ ഞാൻ ചെയ്യുന്നത്. ഡബ്ബിംഗ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വർക്ക്, പക്ഷേ സിനിമയിൽ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റും എക്സ്പീരിയൻസ്ഡ് ആയാലും ന്യൂ കമേഴ്സ് ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. മോറലി നല്ല സപ്പോർട്ടാണ്. അപ്പം അങ്ങനെ ഒരു ടേക്കിൽ പെട്ടെന്ന് പുള്ളിക്കൊരു ഒരു ഐഡിയ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇംപ്രവൈസേഷൻ, അത് അങ്ങനെ തന്നെ എടുത്തു പോകും. പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കാതെ അങ്ങനെ വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അതേക്കൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ആ പെർഫോമൻസ് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരും. അത് പുള്ളിയുടെ ഒരു കഴിവ്. ചോദിച്ചേട്ടാ സാറിനോട് ഞാൻ 3 പടം സഹകരിച്ചിട്ടുണ്ട്. ഈ ചോദ്യം തന്നെ എന്നിലേക്ക് എന്തോ കുത്തി പറയുന്നത് പോലെ. നമ്മുടെ ഗ്രൂപ്പിലത്തെ പഠിപ്പിസ്റ്റാ. ആണോ? നമ്മുടെ ഗ്രൂപ്പിലത്തെ പഠിപ്പിസ്റ്റാ ആണോ? റേച്ചൽ മുതലാണ് ഷൈൻ സാറുമായിട്ട് ഞാൻ സഹകരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിനോട് 3 പടങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനകത്തെല്ലാം ഈ ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യിക്കുന്നതിൽ അദ്ദേഹം ഒരു മികവുറ്റ സംവിധായകനാണ്. അത് നമുക്ക് ഗുണകരമാണ്. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ പണി നിർത്തിക്കോളൂ എന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം അദ്ദേഹം ആരെയും അഭിനയിപ്പിക്കും. അപ്പോൾ നല്ല പടമാണ്. പിന്നെ ഞാൻ ചെയ്ത സിനിമകളിലെല്ലാം എനിക്ക് സീരിയസ് ക്യാരക്ടേഴ്സാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളിലൂടെ ഒരു ഹ്യൂമർ വർക്കായി വരുന്നു എന്നുള്ളത് ആകാംക്ഷാഭരിതമായി ഞാൻ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇൻസ്പയർഡ് റിലീസ് ഡേറ്റ്. എല്ലാ ദിവസവും രാവിലെ പുള്ളി എന്തെങ്കിലും പത്രക്കുറിപ്പ് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും. എന്തെങ്കിലും ഒരു കുസൃതിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തലതിരിവായിരിക്കും. ഇങ്ങനെ കണ്ടല്ലോ എന്ന് പറഞ്ഞായിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയായി ബഹളമായി. പിന്നെ ആ സംഭവത്തെക്കുറിച്ച് പുള്ളിയുടെ ഒരു വേർഷൻ അങ്ങ് പറയും, ഒരു നാടൻ വേർഷൻ. എന്താണ് പച്ചയായിട്ടുള്ള പച്ച മനുഷ്യൻ പഠിപ്പിസ്റ്റാണ്, പച്ചയാണ്, എല്ലാം PP ആണ്. ശ്രുതി എങ്ങനെ ഉണ്ടായിരുന്നു അബിഡ് സൈൻ സാറിന്റെ കൂടെ ഒരു വർക്ക്?
വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സെറ്റിൽ ചീത്ത കേട്ടിരുന്നോ? ഏ? സീരിയസ് ആണോ? സർ ഡയറക്ടർ ക്യാപ്പ് അണിഞ്ഞാ പിന്നെ ചീത്ത പറയുന്ന ഒരാളാണോ? അല്ല അങ്ങനെയൊന്നും ചീത്തൊന്നും പറയില്ല. ഭയങ്കര പേഷ്യൻസ് ആണ്. എല്ലാവരും ഒരു ഈക്വലി തന്നെ ട്രീറ്റ് ചെയ്യും. ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യും ഒരു സീനിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എല്ലാ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യും. ഇറ്റ് വാസ് എ വെരി ഫ്രഷ് എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് എല്ലാവരും പറയുന്നത് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ഇത് ഒരു 10th or 12th ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് സ്പാ പ്രൊമോട്ട് ചെയ്യാൻ. എല്ലാ ഇൻ്റർവ്യൂസിലും എല്ലാവരും പറഞ്ഞിരിക്കുക സർ റിയലി സപ്പോർട്ട്സ് ഹിസ് ക്രൂ. അത് ക്യാമറ ക്രൂ ആയാലും ശരി, ലൈറ്റ് ആക്ടേഴ്സ്, വിച്ച് എവർ ക്രൂ, ഇറ്റ്സ് വണ്ടർഫുൾ. ഇത് ഭയങ്കര ഈഗോ ബൂസ്റ്റ് ആവുന്നല്ലേ ഈ പ്രൊമോഷൻ. ആക്ച്വലി എന്താ അറിയാമോ, അല്ല ശ്രുതിയെ, അതെ ശ്രുതിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രുതി ആക്ട്രസ് എന്നുള്ള ഇതിൽ ശ്രുതി ഉഗ്രാണ്, അത് യാതൊരു സംശയമില്ല. ശ്രുതിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനും ശ്രുതിക്ക് ഇടയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുക. വലിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ ഷൂട്ട് നടന്ന സ്ഥലത്ത് ഈ മൊത്തം ലൈറ്റ് കത്തിച്ച് വെച്ചാൽ അവിടെ AC ഇല്ല. അപ്പോൾ ശ്രുതിക്ക് ഭ്രാന്താവും, മനസ്സിലായി, AC വേർക്കാൻ തുടങ്ങും, വെക്കപ്പെട്ടിരിക്കുകയല്ലേ, എവിടെ സെഞ്ചിട്ടാ AC മനസ്സിലായില്ലേ. ഇപ്പൊ ഇവിടെ ഞാൻ AC-യുടെ തയ്യാറാണ്, പക്ഷെ സൗണ്ടുകാർ സമ്മതിക്കുന്നില്ല. ഇത് മനസ്സിലായില്ലേ, ഇത് പുള്ളിക്കാരത്തിക്ക് ഫ്രിഡ്ജ് മേടിച്ചു സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടി. പുള്ളിക്കാരത്തി മാത്രം ഫ്രിഡ്ജ് കയറ്റി ഷോർട്ട് ആകാൻ വേണ്ടി. അല്ല ശ്രുതി പറഞ്ഞില്ല, എല്ലാവരും ചൂടെടുത്തിരിക്കുക. പക്ഷെ ശ്രുതി നമ്മൾ ആ ചൂടത്ത് ഇരുന്നെങ്കിലും ആ വിഷ്വല് കണ്ടാലൊരു തണുപ്പുണ്ട്. വിഷ്വലില് ചൂടുണ്ട്. ശ്രുതി അങ്ങനെ അത് മാത്രമേ അതെ, പക്ഷേ തീർപ്പാവട്ടെ. അത്ര മാത്രമേ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. AC ആയിരുന്നു ഒരു പ്രശ്നം. വെറുതെ പറയാ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഇറ്റ് വാസ് എൻ ഓവറോൾ. AC ആയാലും ശരി, വി വർ ലൈക്ക് ചൂട്ടത്ത് ഷൂട്ട് ചെയ്തിട്ട് വി ഓൾ വർ ഡ്രെഞ്ച്ഡ്, മെൽറ്റിങ് എല്ലാവരും. എന്നിട്ടും the fun that we've had. And it's from years I've been a model, I've been an anchor, I've been a choreographer, I've been a dancer, I've been an actor. I have not had so much fun. It was just out and out, like ridiculous fun. And എല്ലാവരും കൂടി we just gelled along fantastically. അത് ഇപ്പോഴും ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. You can see the chemistry between everybody. There is no, oh, I'm this and I'm that. We're all like, എനിക്ക് ഈ ഷൂട്ടിംഗ് ടൈം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ ഇഷ്ടം പോലെ സെൽഫീസ് ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് 1000 സെൽഫി. ഇപ്പം ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണുന്ന ഇപ്പോഴാണ്. അതും പകുതി പേര് ഇവിടെ ഇല്ല, പകുതി ആക്ടേഴ്സ് ആർ നോട്ട് പ്രസന്റ്. വരാൻ പറ്റില്ല. ഈ ആക്ടേഴ്സ് റൗണ്ടിലിരിക്കുന്നു. ശ്രീകാന്ത് മുരളി, വിജയ് മേനോൻ, കുറെ പേര് വരാനുണ്ട്. അപ്പൊ നിങ്ങള് ഇപ്പോഴാണോ കാണുന്നത്, അതോ നിങ്ങൾ സെറ്റില് അപ്പൊ ഓരോരുത്തർക്കും ഓരോ? ഞാനും ഇപ്പഴാ കാണുന്നത്. ഞാനും നമ്മള് ഈ സിനിമയിൽ ഇപ്പോഴാണ്. ഇപ്പൊ ഈ സിനിമയിൽ ആരും പറയാനില്ല. ഇപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ കാണുമ്പോ തന്നെ ഇത്രയും ബഹളം. സാർ അല്ല, ഇതിപ്പോ ശ്രുതിയും അശ്വിനായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഇവർ നല്ല സിംഗർ. എല്ലാം ഒരു സസ്പെൻസ് ആണേ. ഞാനും ശ്രുതിയും വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൈൻ എന്റെ ഡേറ്റ് കിട്ടുന്നത്. അപ്പോ ഞാൻ പറയും എനിക്ക് 18-ാം തീയതി പോണം. ഈ 18-ാം തീയതി ശ്രുതി ഇല്ല. അപ്പൊ ഞാൻ ശ്രുതിയോട് ശ്രുതി 18-ാം തീയതി എവിടെ? സാറിന്റെ പടത്തിൽ അഭിനയിക്കും. ഞാനും അതിലേക്കാണല്ലോ പോകുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ. അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെ ഇവർക്ക് ഉച്ച കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. ഡയലോഗിൽ പെട്ടെന്ന് ഇംപ്രൂവൈസേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ കാരണം പ്രധാനമായിട്ടും നിങ്ങളുടെ തൊഴിൽ മേഖല ഡയലോഗുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഷൈൻ്റെ ലൊക്കേഷനില് ഡയലോഗ് അല്ല ഇമ്പോർട്ടൻസ്, മാറ്റർ ആണ് ഇമ്പോർട്ടൻസ്. ആ മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പം സാർ ഡയലോഗ് എഴുതി, പക്ഷെ അതേപോലെ അങ്ങനെ ഡയലോഗ് എഴുത്തില്ലെന്ന്. അങ്ങനെ ഡയലോഗ് ഇല്ലേ? അങ്ങനെ എഴുത്തല്ല അത്. ഞാൻ പറയുന്നത് വെച്ചാല് ഷൈൻ്റെ മനസ്സിൽ ഷൈൻ എഴുതി വെച്ച ഒരു മാറ്റർ ഉണ്ട്. ഈ മാറ്റർ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവണം. അതിനകത്ത് പറയണമെന്നില്ല. അപ്പൊ ഇംപ്രൂവൈസ് ചെയ്യാൻ നമുക്കുള്ള സ്പേസ് ഉണ്ട്. മാറ്റർ പറഞ്ഞു തരും, അതിന്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞു തരും.
എന്താണ് നമ്മുടെ മാനസികാവസ്ഥ. ഞാൻ സ്ക്രിപ്റ്റ് എഴുതാത്ത ആളാന്ന് വിചാരിക്കും ആൾക്കാര്. അതെ സാർ ഇതിന്റെ സ്ക്രിപ്റ്റ് സാർ സബ്മിറ്റ് ചെയ്യണം. എന്നെ അങ്ങ് പറഞ്ഞു തീർക്കാൻ അനുവദിക്കുക. അതെ പാവം പറയട്ടെ. പറഞ്ഞു, 2 മിനിറ്റ് തരും. 2 minutes. എനിക്കൊരു 2 ഒരു 2 മിനിറ്റ് കൊടുക്കൂ. ഒരു മിനിറ്റ് ചേട്ടൻ പറ. സ്ക്രിപ്റ്റ് ഇല്ലാതൊരു സിനിമ ഇല്ലല്ലോ. ഇല്ല. സ്ക്രിപ്റ്റ് ഉണ്ട്, ഉണ്ട്. പക്ഷെ അതിൽ വരുന്ന മാറ്റങ്ങൾ അതില്ല. അതിന്റെ ഇംപ്രവൈസേഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പെർഫോമൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഷൈൻ കൊടുക്കുന്നത്. ആക്ടേഴ്സിന്റെ പെർഫോമൻസിലൂടെ കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഇന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. ഇന്ന കാര്യങ്ങൾ അത് പുള്ളിക്ക് മസ്റ്റാണ്. നമ്മൾ തോന്നുന്ന പോലെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. പുള്ളി ഇട്ടിട്ടുള്ള ചില മയിൽക്കുറ്റികളുണ്ട്, അത് ടച്ച് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലാണ് ഹ്യൂമർ. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിലാണ് ചില മാറ്ററുകൾ ഇരിക്കുക, അതിലാണ് ചില ഇമോഷൻസ് ഇരിക്കുക. അപ്പൊ അത് വേണം. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് അതിന്റെ ഇടയ്ക്ക് ചേർക്കാം. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആവുകയാണ് അവിടെ. എങ്ങനെ ഇത് യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പ്രശാന്തായിട്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. എന്തിനാ പ്ലാൻ ചെയ്ത് അത് പൊളിയും. അപ്പൊ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ്. ഇതാണ് നിങ്ങളെ ക്യാരക്ടർ. പക്ഷെ നമുക്ക് ഡയലോഗ് ഒന്നും ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും പോകാൻ ഒരു പറ്റില്ല. സിനിമയിൽ പ്ലാൻ ചെയ്യേണ്ട ആള് ഡയറക്ടറാണ്. അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് വെള്ളം പോലെ പോയി നിന്ന് കൊടുത്താൽ മതി. ഏത് പാത്രത്തിൽ ഒഴിക്കുന്ന അതുപോലെ ആക്കാൻ ഉള്ള മിടുക്കുള്ള ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പോവാ. ആ ക്യാരക്ടറിനും ചില ആർട്ടിസ്റ്റിനും ആ ക്യാരക്ടറിനും സിറ്റുവേഷനെയും കൂടെ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചിട്ട് തന്നെയുള്ള ഡയലോഗ്സ് തന്നെ അവിടെ എത്തിക്കണം. അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഓൾവേസ് അതാണ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്യുക. then he brings the best out of you. നമുക്കറിയാം സർ നോസ് വാട്ട് ഹി വാണ്ട്സ്. അപ്പൊ നമുക്ക് ടെൻഷൻ അടിക്കേ വേണ്ട ആസ് എൻ ആക്ടർ. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുവില് എന്റെ ഡയലോഗുകളിൽ പട്ടി കടിച്ച കേസ് പറയുന്ന സമയത്ത് ഒരു മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല എന്ന് പറയുന്ന ലൈൻ അത് പറഞ്ഞിരിക്കണം. മനസ്സിലായി. ബാക്കി മാറ്ററുകളൊക്കെ അതിനകത്ത് തന്നെ ഈ പട്ടി കടിച്ച ഇത്ര വലിയ കേസാണ് സാറേ, ഈ പട്ടി കടിച്ചൊക്കെ ഇത്ര വലിയ കേസാണ് സാറേ, അത് മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല, പിന്നാണ് ഒരു പട്ടി, ഇത് മസ്റ്റായിട്ടും വന്നിരിക്കണം. ബാക്കിയൊക്കെ ഇംപ്രവൈസേഷൻസ് ആവാം. അപ്പം ഈ 2 കാര്യങ്ങൾ തമ്മിൽ വലിയ പൊളിറ്റിക്കലി ഭയങ്കര കണക്റ്റഡ് ആണ്. പട്ടി കടിച്ചത് ഇത്ര വലിയ കേസാണ്, മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല എന്ന് പറയുന്നത്. അപ്പൊ ഏത് മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുമ്പോഴും അതിനകത്ത് പൊളിറ്റിക്കലി കൺവേ ചെയ്യേണ്ട ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്ന ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ മിസ് ഔട്ട് ആവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എഴുത്ത് പുള്ളിക്കാരത്തിന്റെ ഫാദറാണ് മലയാളത്തിലെ ഭയങ്കര എഴുത്തുകാരനാണ്. എഴുത്തിന്റെ അറിയാം ഇല്ല പാലാരി മാണിക്യത്തിന്റെ ഒക്കെ റൈറ്റർ ഫാദറാണ്. ഭയങ്കര മലയാളത്തിലെ ഏറ്റവും റൈറ്ററാ. അല്ല ഇപ്പൊ സാറിന്റെ സിനിമകളിലും ഇപ്പൊ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എല്ലാവർക്കും ഒരു താളമുണ്ടല്ലോ. ഇപ്പം ചേട്ടൻ പറഞ്ഞ ആ ഡയലോഗിൽ വരെ ആ താളത്തിലല്ല ആ ഡയലോഗ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ലായിരുന്നു. ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഡയലോഗ് പറയുമ്പം ചില ഒരു പ്രത്യേക ഒരു രസമുണ്ട് സാറിൻ്റെ. അതിനൊരു എന്താണ് പറയുന്നത് വെച്ചൊരു വേവോ എന്തായാലും ഒരു താളമുണ്ട്, ഒരു മ്യൂസിക്കൽ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു സാറിന്റെ എല്ലാ സിനിമകളിലും എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെന്റ് വേവ് ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് ഈ സിനിമയിലും അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് ഉറപ്പാണ്. അപ്പം ഹൗ വാസ് ഇറ്റ് വർക്കിംഗ്? ആ ഒരു റിതം സംഭവം എങ്ങനെ, എത്രമാത്രം നിങ്ങൾ ആക്ടേഴ്സ് എത്രമാത്രം കോൺഷ്യസ് ആയിരുന്നു? ആ മൊമെന്റിൽ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തെടുക്കും. ആ ദിവസം നമ്മൾ ചാർട്ടഡ് ചെയ്യാണല്ലോ. ഒരു ദിവസം വന്നിട്ട് നമ്മളിത് അന്ന് എക്സിക്യൂട്ട് ചെയ്ത് പെർഫോം ചെയ്യിപ്പിച്ചിട്ട് അന്നത് എടുക്കും. ഇത് പിന്നീട് അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നോ എങ്ങനെ വന്നെന്നോ ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് സത്യത്തിൽ നമുക്ക് അങ്ങനെ ഇതിങ്ങനെയാണ് എൻ്റെ ശൈലി, ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. ഇതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെയാണ് ആ പർട്ടിക്കുലർ ഡേയിൽ അതങ്ങനെ സംഭവിക്കണം, അതങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാവും. പിന്നീട് അന്ന് ഇന്നതുപോലെ പ്ലാൻ ചെയ്ത് ഞാനെന്ന ഫിലിം മേക്കർ ഇങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ ഞാൻ ഫിലിം ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. എൻ്റെ മുന്നിലൊരു മൂടൽമഞ്ഞ് പോലെ ഒരു സാധനമുള്ളത്, വ്യക്തതയില്ല. ഞാൻ പോകുന്ന വഴിയെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തതയൊന്നുമില്ല. പോകുന്ന ഓരോ സ്റ്റെപ്പിലും ഞാനിങ്ങനെ പതുക്കെ മൂടൽമഞ്ഞ് വീശി മാറ്റി പുക മാറ്റി നോക്കി ഒരു വിധത്തിൽ സാധനം ചെയ്യും. പിന്നീട് ഞാനൊരു പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം നിർബന്ധമില്ല, ഇതിങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ നിർബന്ധമില്ല, ഒന്നുമില്ല. ആ ദിവസം ആ സീനിൽ ആ ആക്ടേഴ്സ് അന്ന് അങ്ങനെ പെർഫോം ചെയ്തു, അതങ്ങനെ സംഭവിച്ചു. അതിന് യാതൊരുവിധ നിയമവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ
ആർട്ടിസ്റ്റിനെ കൊണ്ട് പറഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിച്ച് ക്യാമറമാനെ കൊണ്ട് ലൈറ്റപ്പ് ചെയ്ത സാധനം നമ്മൾ ചെയ്തെടുക്കും. അല്ലാതെ ഞാൻ ഇതിങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ വരും. ഞാൻ സ്റ്റോറി ബോർഡ് വരച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റോറി ബോർഡ് വെച്ച് ലൈറ്റിംഗ് ഒക്കെ വരച്ച് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്യും. ഫിലിമിൽ അങ്ങനെയല്ല. ഫിലിമിൽ നമ്മളങ്ങ് ഓപ്പൺ ചെയ്തത് ഇവോൾവ് ചെയ്ത് ഓർഗാനിക്കായിട്ട് ഈ സാധനം ഉണ്ടായി വരും. പിന്നീട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ആക്ച്വലി. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എന്നാൽ അങ്ങനെയാണ്. അല്ല, എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെ. അപ്പൊ നല്ല പാട്ട്, ഒരു പാട്ടാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഒരു പാട്ട് ഇറങ്ങി. അപ്പം പാട്ട് കണ്ടോ? പാട്ട് കണ്ടോ? പാട്ട് കണ്ടു. അപ്പൊ ഞാന് രാധികയോട് ചോദിക്കട്ടെ, കൊറേ പാട്ട് കണ്ടത് മോശമായോ? പാട്ട് കണ്ടോ? അതെ, പാട്ട് കണ്ടു. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടത്തെ ഒരു മ്യൂസിക്കും അതിന്റെ സ്റ്റെപ്സ് അടക്കവും ഈവൺ എക്സ്പ്രഷൻസും കോസ്റ്റ്യൂമും ഒക്കെ ഒരു പണ്ട് കാലഘട്ടത്തിൽ ഒരു സംഭവമാണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല രാധിക അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ആ പാട്ടിന്റെ ഒരു ഷൂട്ട് സമയത്ത് ഒരു സംഭവം പറയും. ആദ്യം ഈ പടത്തിലേക്ക് വരുമ്പോ എനിക്ക് പാട്ടുകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഇന്നത്തെ സിനിമ അങ്ങനെ പാടി കളിക്കുന്ന പാട്ടുകളൊന്നും അങ്ങനെ ഇല്ലല്ലോ. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല എനിക്കിതിൽ പാട്ടുണ്ടാവുമോ എന്നുള്ള കാര്യമേ ചിന്തിക്കുന്നില്ല. പിന്നെ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാർ പറഞ്ഞു രാധികയ്ക്ക് ഇതിലൊരു പാട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ സാർ ഇങ്ങനെ വെറുതെ പറയണതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ അവിടെ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിക്കും. പാട്ടിന്റെ മൂടൽ മഞ്ഞ് അപ്പോഴാ ക്ലിയർ ആയി വന്നത്. സത്യത്തിൽ പാട്ടിനൊരു മൂടൽ മഞ്ഞുണ്ട്. നമുക്കൊരു ക്ലാരിറ്റി, പാട്ട് എന്നതാണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. പക്ഷേ പാട്ട് നമ്മൾ കമ്പോസ് ചെയ്ത് കിട്ടുന്നു. ഞാൻ രാവിലെ ഇഷാനോട് പറയുന്നു ഇങ്ങനെ പാട്ടുണ്ട്, ഒരു റെഫറൻസ് കൊടുക്കുന്നു. ഇഷാൻ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു പാട്ട് തരുന്നു. പക്ഷേ ആ മൂഡ് വെച്ചിട്ട് പിന്നെ ആ ട്യൂൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളത് കൊറിയോഗ്രാഫി ചെയ്തത് ശ്രീത് മാസ്റ്ററാണ്. ശ്രീത് മാസ്റ്റർ അടുത്ത് പോകുന്നു. അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഡാൻസിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. നമ്മൾ സുഭാഷ് പാർക്കിൽ നേരെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഷൂട്ട് കാണാൻ പോവാനായിട്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമായിരുന്നു നമ്മൾ ചെയ്തത്. പെട്ടെന്ന് ഉള്ള ഒരു പ്ലാൻ ആയിരുന്നു. പൂജിത ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടു ചെയ്യണമെന്നൊന്നും നമ്മളിങ്ങനെ ചെയ്യണില്ലല്ലോ. അത് നല്ലൊരു രാധിക ആക്ച്വലി റിയൽ ലൈഫിലും അങ്ങനെയാണ്. യു ഷുഡ് നോ യുവർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. How's your reaction? ഓരോന്നിങ്ങനെ എക്സ്പ്രഷൻ അവള് സംസാരിക്കുമ്പോഴും ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് യൂസ് ടു വേണ്ടത് കണ്ടിട്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കോമഡി ചെയ്യും എന്തെങ്കിലും ലൈഫിൽ ഷീസ് ലൈക്ക് ദാറ്റ് ഓൺലി. സീരിയസ് അവസരം വിളിച്ചാലും അങ്ങനെ ആവാം. ഇപ്പൊ ഈ ഒരു പേര് സ്പാ എന്നൊക്കെ ഉള്ള ഒരു പേര് കേൾക്കുമ്പോൾ ഇപ്പൊ സിനിമേനെ പറ്റി ഒന്നും നമ്മുടെ ഹോൾ ടീം എന്തായാലും ഒന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ സിനിമ വരുമ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണം. അപ്പൊ ഈ ഒരു പേരോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി സ്റ്റോറി ഒന്നും അറിയില്ല. എപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു സംഭവം നിങ്ങളുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈശ്വര ഇങ്ങനത്തെ ഒരു സംഭവം എവിടെയെങ്കിലും ചോദ്യം വരുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? സ്പാ എന്ന് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് പൊതുവെ? അല്ല, സ്പാ മലയാളിയുടെ കണ്ണിലൂടെ ഒരു മസാജ് സെന്ററിലെ സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മസാജ് എന്നുള്ള നമ്മൾ സ്പാ എന്ന് വിചാരിക്കണേ. പക്ഷെ ആ മസാജ് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ ആയിരിക്കാം, നമുക്കൊന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ പിന്നെ പോസ്റ്റേഴ്സിൽ കുറേ ഗേൾസിനെയും കാണാം, ഗേൾസും ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇതാവും. ഫീമെയിൽ ആങ്കേഴ്സ് കറക്റ്റ്ലി ആൻസർ ചെയ്തു. ഇതേ ചോദ്യം മെയിൽ ആങ്കേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഡിഫെൻസീവ് ആയി പോകും. അല്ല എനിക്ക് അല്ല ചേട്ടാ ഒരു മസാജ് സെന്റർ ആണ് ആൻസർ കിട്ടിയില്ലേ? ഇന്നലെ തൊട്ട് ഈ ഉത്തരം കേട്ടിട്ടേ ഇല്ല. നഖം വെട്ടുന്ന സ്ഥലമല്ലേ എന്നൊക്കെ ഒരാൾ ചോദിച്ചു, ഒരാങ്കർ ചോദിച്ചു, നഖം വെട്ടുന്ന സ്ഥലമല്ലേന്ന് ചോദിച്ചു. നഖം വെട്ടുന്ന സ്ഥലം എന്ത് അത് നമ്മുടെ പടത്തിലും അങ്ങനെ ഒരു എക്സോട്ടിക് ഫീൽ ഉണ്ട്. ഒരു തെറാപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറയാണ്ടെന്ന് തോന്നുന്നു. പ്രശാന്ത് ഏട്ടാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലല്ല, എക്സോട്ടിക് ആണോ എന്നുള്ളത് ആണ് ചോദിച്ചത്. കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതൊരു ചിരിപ്പടമാണ്, ഒരു ചിരിപ്പടമാണ്. ചിരിപ്പടമാണ്. അതെങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? ചിരിപ്പടമാണ്. അത് നോക്കിക്കോളൂ, റിലീസ് കഴിയുമ്പോൾ നോക്കിക്കോളൂ. ചിരിപ്പടം അതിൽ അദ്ദേഹം കണ്ടെത്തിയ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ചിരിപ്പടമാണോ, ഇതിൽ വേറെ എന്തെങ്കിലും ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ഒന്നും അറിയില്ല. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലാറ്റ്ഫോം ഒരു സ്പാ.
അഥവാ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ആ ചിലപ്പോൾ ആയിരിക്കാം അല്ലേ? തിയേറ്റർ സ്റ്റാഫായിട്ടുള്ള അങ്ങനെയുള്ള മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവരോട് ടിക്കറ്റ് പുതിയ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ അവരോട് പ്രേക്ഷകർ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ചിരിക്കാനുള്ള പടങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചോദിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചിരിപ്പടമാണ്. അല്ല അത് ചിരിക്കാനുള്ളത് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മൂവിക്ക് പോകാന്ന് പറയുമ്പോൾ കോമഡി പടമാണോ കോമഡി പടമാണോ എന്ന് ചോദിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന്. പ്രായപൂർത്തിയായവർക്ക് ചിരിക്കാൻ പറ്റുന്ന പടം. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് എന്താണ് സർ സ്പാനെ പറ്റി പറയാനുള്ളത്? സ്പാ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് ഇത് ഒരു അഡൾട്ട് കോമഡി പടമാണ്. ക്ലിയറായിട്ട് 18 വയസ്സിന് മുകളിൽ കാണാൻ പെർമിഷൻ കിട്ടുന്ന തരത്തിലായിരിക്കും സെൻസർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സെൻസറിന് അയച്ചിട്ടേ ഉള്ളൂ. 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലിയ ചിന്തകളൊന്നും ഇല്ലാതെ ലളിതമായ തമാശകളും മറ്റു കാര്യങ്ങളും കണ്ട് ചിരിക്കാവുന്ന, വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആ സിനിമ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. അതിൻ്റെ പല സൈഡുകൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാമായിരിക്കാം. പക്ഷേ അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല. ഒരു സിനിമാറ്റിക്, ഒരു ഫിക്ഷൻ പോലത്തെ ഭയങ്കര റിയലിസ്റ്റിക് ഒരു സ്പാ. ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും സ്പാ എന്നൊന്നുമില്ല. ഇത് നമ്മുടെ ഒരു വേർഷൻ. നമ്മൾ കേട്ടിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും കണ്ടിട്ടുള്ള സംഗതികളും ഒക്കെ വെച്ചിട്ടൊരു സിനിമാറ്റിക് വെർഷൻ. ഒരു സ്പാ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഒരു സിനിമാറ്റിക് തമാശകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പോയി കാണാവുന്ന ഒരു സിനിമ, വൃദ്ധന്മാർക്കും കാണാവുന്ന സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. എല്ലാവരും അവരവരുടെ കാറ്റഗറി പറഞ്ഞു. അതെ. അപ്പം വളരെയധികം കാണാൻ പറ്റുന്ന സിനിമയാണ്. യെസ്, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ ടീം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.